ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആർസ്റ്റിനു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതൊരു ചെറുനാരങ്ങയാണ്. ഇത് പഴുക്കുമ്പോൾ നല്ല മഞ്ഞ കളറായി വരും. ഈ മരത്തിൽ അത്യാവശ്യം ഒരു നാരങ്ങകൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു യുവ കർഷകനെയാണ്. അയാളുടെ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളുമാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. നമ്മൾക്ക് ഇന്ന് ആ കർഷകനെ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു പുതിയ കൃഷിരീതി പരീക്ഷിക്കുന്ന ഒരു യുവ കർഷകനെ കാണാനാണ്. അദ്ദേഹം കൃഷി ചെയ്ത തിപ്പല്ലി എന്ന കൃഷി രീതിയെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും അത് കാണിക്കാനും അത് വിളവെടുപ്പ് കാണിക്കാനും കൂടെയാണ് നമ്മളിപ്പോൾ ഈ കർഷകൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുതിയത് പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എത്തിയത് വാഴക്കാട് പഞ്ചായത്തിലെ, മലപ്പുറം ജില്ലയിൽ വാഴക്കാട് പഞ്ചായത്തിലെ കളരിക്കൽ എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ഒരു യുവ കർഷകനായ അൻഷാദ് എന്ന ആളുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന് പരീക്ഷിച്ച കൃഷി രീതിയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ തിപ്പല്ലി കൃഷി രീതിയെ കാണിക്കാം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ കൃഷി ഇവിടെ ഇപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ പാടത്താണുള്ളത്. അത് പിന്നീടൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ, അവിടുത്തെ കൃഷിയും അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ യുവ കർഷകൻ്റെ വീട്ടിൽ വന്നപ്പോൾ കണ്ട ഒരു ഔഷധ സസ്യങ്ങളിൽ അദ്ദേഹം പരീക്ഷിച്ച ഒരു പരീക്ഷണ രീതിയാണ് തിപ്പല്ലി കൃഷി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകിൻ്റെ ബന്ധുവായ തിപ്പല്ലിക്ക് ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ പട്ടമാണ് ഈ സസ്യത്തിനുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ ഒക്കെ അതേ രൂപത്തിലാണെങ്കിൽ പോലും ചെറിയ വ്യത്യാസമുണ്ട്. അത് കുരുമുളകിനേക്കാളും കടുത്തി വെല്ലുന്ന ഔഷധ ഗുണങ്ങളാണുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ മരുന്നുകളിലും ഈ തിപ്പല്ലിയുടെ ഉപയോഗം ഉണ്ടാവാറുണ്ട്. തിപ്പല്ലിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ 800 രൂപയ്ക്ക് കിലോന് വില വരുന്നുണ്ട് ഈ ഒരു തിപ്പല്ലിക്ക്. അപ്പോൾ ഈ തിപ്പല്ലി കൃഷി വളരെ ലളിതമായ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഇത് അങ്ങനെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മൾ കാണാറില്ല. അപ്പോൾ ഇത് കൃഷി ചെയ്ത് നല്ല വിളവെടുപ്പ് ഈ കർഷകൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇത് കുരുമുളക് നടുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ കമ്പ് അല്ലെങ്കിൽ വേര് മുറിച്ചെടുത്തിട്ട് നടലാണ് സാധാരണ. കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല കായ്കൾ, നല്ല കുരുമുളക് പോലെ തന്നെ തിരി പോലെ നിറയെ ഉണ്ടാവും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇത് ഉണക്കി നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ഭക്ഷണത്തിലൊക്കെ നമ്മൾ കുരുമുളക് പൊടി ഉപയോഗിക്കുന്നത് പോലെയൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല മരുന്നാണ് എന്നാണ് പറയുന്നത്. തിപ്പല്ലിയുടെ ഔഷധ ഗുണം പറയുകയാണെങ്കിൽ തിപ്പല്ലിയും കരിനൊച്ചിയും വേരും സമം ചേർത്ത് കരിക്കും വെള്ളത്തിൽ അരച്ച് കലക്കി സേവിച്ചാൽ മൂത്രാശയത്തിലുണ്ടാകുന്ന കല്ല് ദ്രവിച്ചു പോകും. അതോടൊപ്പം 3-6 ഗ്രാം തിപ്പല്ലിപ്പൊടി 250 മില്ലി മോരിൽ കലക്കി കുടിച്ചാൽ അതിസാരം ശമിക്കും. തിപ്പല്ലിപ്പൊടി 2 ഗ്രാം വീതം ദശമൂലം കഷായത്തിലോ തേനിലോ ചേർത്ത് കഴിച്ചാൽ ഊരുസ്തംഭം എന്ന വാതരോഗം ശമിക്കും. പ്രസവാനന്തരം 1 ഗ്രാം തിപ്പല്ലിപ്പൊടി 3 ഗ്രാം ഉണങ്ങിയ മുന്തിരിങ്ങ പഴവും ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് ദഹനശക്തിക്കും ആരോഗ്യത്തിനും നല്ലതാണ്. ജലദോഷം കൊണ്ടുണ്ടാകുന്ന ഒച്ചയടിപ്പിന് അതുപോലെ തന്നെ തിപ്പല്ലിയുടെ വേരും കുരുമുളകും ചുക്കും സമം ചേർത്തുള്ള കഷായം ഗുണപ്രദമാണ്. തിപ്പല്ലിയുടെ പൂവ് വറുത്ത് പൊടിച്ച് തേൻ ചേർത്ത് കൊടുത്താൽ ശരീരവേദന ശമിക്കും. വാതത്തിനൊക്കെ നല്ല മരുന്നാണ് ഈ തിപ്പല്ലിയുടെ മരുന്ന്. തിപ്പല്ലിയുടെ ഔഷധ ഗുണം ഒരുപാടുണ്ട്. അതുപോലെ അടുത്ത പരീക്ഷണമാണ് അത് നമ്മൾ നോക്കുക. ഇതെന്താണ് സാധനം നോക്കുക. കാവുത്ത് കൃഷിയാണ്, അതായത് കാച്ചിൽ എന്ന് പറയും. അപ്പോൾ ഇത് പുതിയ രീതിയിലാണ് കൃഷി ചെയ്തത്. ഒരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് എത്ര വിട്ടായാലും ഒരു തൈ നട്ടിട്ട് ഒരു കയറ് കെട്ടിയിട്ട് ആ മരത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഉദാഹരണ രീതിക്ക് കയറാണ്. ഈ കയറ് ഇതിനെ കെട്ടി കൊടുത്തിട്ട് അതിലേക്ക് പടത്തി ആ മരത്തിന് നെറൂലെത്തുന്നത്. അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ എവിടെ അങ്ങനെ ഈ കാവത്ത് കൃഷി സിമ്പിളായി ചെയ്യാൻ കഴിയും. ഒരു 100 ഗ്രാം 150 ഗ്രാമിൻ്റെ ഒരു വിത്ത് ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 6 മാസം മുമ്പ് നട്ട ഒരു കാച്ചിലാണ്. അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ ഇത് കളച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, കാരണം താഴോട്ടുണ്ടെന്നാണ് തോന്നുന്നത്.
അപ്പോൾ ആദ്യം ഇവർ നട്ട ഒരു ചെറിയ ഒരു 100 ഗ്രാം വിത്ത് വെച്ച് നട്ട ഒരു കാച്ചിലാണ്. ഒന്ന് കളച്ച് നോക്കാം എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇതൊരു 6-7 കിലോ വരുന്ന ഒരു കാച്ചിലാണ് ഇപ്പോൾ ആ ഒരു 100 ഗ്രാം വിത്തിൽ നിന്നും ഈ കൃഷിക്ക് 6 കിലോനിലെ ഒരു വള്ളിയിൽ. ഇപ്പം ഇത് ലാഭമുള്ള ഏർപ്പാടാണ്. പ്രത്യേകിച്ച് വളമൊന്നും ഇടണ്ടല്ലോ ഇതിന്, വളമൊന്നും പ്രത്യേകിച്ച് ഇടണ്ടല്ലോ. ജൈവവളങ്ങളാണ് ഉപയോഗിച്ചത്. ജൈവവളം, വാൾപ്പൊടി, പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകം, പച്ച ചാണകം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. മൊത്തം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വളങ്ങളും അങ്ങനെയാണ്. ഈ ജൈവവളം തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇനിയും കുറേ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നർത്ഥം. ഇവിടുത്തെ മറ്റൊരു കൃഷി രീതിയാണ്, കണ്ടോ 3 വള്ളി നേരെ കണ്ടോ നിങ്ങൾ. ഈ വള്ളി 3 വർഷത്തോളം ആവാനായിട്ടുണ്ടെന്ന ഈ വള്ളിയുടെ പഴക്കം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഈ കോവക്കൻ്റെ വള്ളി നട്ടത് വീട്ടുമുറ്റത്ത് നട്ടിരിക്കുന്നത് 3 വള്ളിയാണുള്ളത്. ഒരു വർഷം പ്രായം കഴിഞ്ഞ വള്ളിയാണിപ്പോൾ ഇത്. 3 വള്ളി നടുമ്പോൾ ഒരു വള്ളി മാത്രമേ നമ്മൾ പന്തലിലേക്ക് ഇങ്ങോട്ട് കയറ്റി വിടാൻ പറ്റുള്ളൂ. അതുവരെയുള്ള ബ്രാഞ്ചസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, അത് പിച്ച് ഒഴിവാക്കും. അപ്പോൾ ഈ താഴെയൊന്നും വള്ളി ഉണ്ടാകാൻ പറ്റില്ല. ഈ പന്തൽമേൽ എത്തുന്നത് വരെ ഒരു വള്ളി മാത്രം നമ്മൾ ഇവിടെ അതുവരെയുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പിച്ച് ചെയ്യുമോ. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ പിന്നെ പന്തൽമേൽ എത്തിയിട്ട് മാത്രമേ ഇത് ഇങ്ങനെ വിടാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഉള്ള വള്ളിക്ക് ഒരു കരുത്തുണ്ടാവുള്ളൂ, കായ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇനി 3 വർഷം വരെ ഇത് നിലനിൽക്കും ചെയ്യും. ഇത് നല്ല ലാഭം. ഇത് വീട്ടിലുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ ഒരു ഐശ്വര്യമാണ്. ഒരു വീട്ടിന് അടിയൊക്കെ തണുപ്പ് കിട്ടും. അതേമാതിരി നമുക്ക് വീട്ടിൽ നിന്ന് നല്ല സാധനം, ഓർഗാനിക് ആയിട്ടുള്ള സാധനം നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയും ചെയ്യും. ഇത് പച്ചക്ക് തന്നെ ഇങ്ങനെ നമുക്ക് തിന്നാൻ തന്നെ നല്ല രസമാണ്. ഈ പ്രായത്തിലുള്ള അരുമ്പൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റുള്ള സംഗതിയാണ്. ഈ അരുമ്പ് ഇങ്ങനെ ഇങ്ങനെ തിന്നാൻ മതി. ഞാൻ നേരത്തെ പറഞ്ഞത് അത് പച്ച ചാണകവും ഈ കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചിട്ടാണ് കാര്യം. അത് ആദ്യം ചെയ്യും മണ്ണിൽ എന്ത് ചെയ്യും, വേപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ ഇട്ടൊന്ന് ഇളക്കിയിടും. ഇത് അത് 2 അടി വീതിയിൽ 2 അടി നീളത്തിലൊക്കെ ഒരു കുയ്യ് എടുത്തിട്ട് അതിൽ കുറച്ച് ചപ്പും ചവറും ചണ്ടി ഇതേമാതിരി ഈ കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ഇതൊക്കെ ചേർത്തിട്ട് അതിനെ കുമ്മായൊക്കെ ചേർത്തിട്ട് ഒരാഴ്ച നിർത്തിയിട്ട് പിന്നെയാണ് നമ്മൾ നടേണ്ടത്. എന്നാലാണ് ഉള്ള വേരിനൊരു ഓതുണ്ടാവുള്ളൂ. 4 ഭാഗത്ത് വേര് പിടിക്കാനായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 3 വർഷമൊക്കെ നിൽക്കുന്ന ഒരു കൃഷിയാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ 2 അടി ഒരു 2 അടിയൊക്കെ ഒരു ആയാസമാണ് ഈ മണ്ണിന്. അപ്പോൾ ഈ 2 അടി വീതി നീളത്തിലൊക്കെ ഒരു കുഴി എടുത്തിട്ട് അതിൽ വളം ചേർത്തിട്ട് മാത്രമേ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് 2ാം വർഷമാണെന്ന് അപ്പോൾ പറയണേ. അതിപ്പോൾ 1 വർഷം കഴിഞ്ഞ് 2ാമത്തെ വർഷമാണ്. ആ വർഷത്തെ നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അതേപോലെ കിട്ടുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ കോവക്ക കൃഷി അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് കർഷകൻ തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നല്ല വിളവെടുപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു 8 കിലോ വരെ ഒരു ദിവസം കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു വിളവ് എടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ വന്നത്. പക്ഷേ നല്ല കായ്കൾ ഇനിയും ഇതുമത്തെ അതേപോലെ ഉണ്ട് എന്നുള്ളത്. ഒരു പ്രത്യേകിച്ചൊരു ചിലവൊന്നും ഇതിനും വേണ്ട. പക്ഷേ ടെറസിൻ്റെ മുകളിലാകുമ്പോൾ താഴത്തോട്ട് നല്ല തണുപ്പും ഉണ്ടാകും. കൂടുതൽ ഇപ്പോൾ ഒരു പ്രാവശ്യം പറിച്ചത് 9 കിലോ പറിച്ചിന്. ഒരു വർഷമായ വെള്ളിയാണ്. ഇതൊരു 3 വർഷം വരെ ഇതിന് കിട്ടും, ഒരാഴ്ച കിട്ടും ചെയ്യും. 3 വർഷം വരെ ഇത് തന്നെ. ഇതൊന്നായിട്ടിപ്പം അത് പ്രൂണിങ് ചെയ്തതാണ്. മൊത്തത്തിൽ വിലക്കട് പഴയതുകൊണ്ട് ഒക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് 2ാമത് ഇപ്പോൾ രണ്ടിലത്തെ കായായിട്ട് സെയിം വള്ളിയാണ്. വേണ്ട അത്രയും വണ്ണമുള്ള ഒരു വർഷം പ്രായമുള്ള വെള്ളിയാണത്. അതിൻ്റെ വണ്ണം തന്നെ കണ്ടാൽ മനസ്സിലാക്കില്ലേ. ഇത് വാർപ്പിൻ്റെ മുകളിൽ വാർപ്പിൻ്റെ അടിയിലൊരു തണുപ്പും കിട്ടും, ഒരു തണലും കിട്ടും. ഇത് വെറും ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. ഒന്നുമില്ല, കെമിക്കൽ ഒന്നുമില്ല.
ഉപയോഗിക്കുന്ന വളം എന്തൊക്കെയാണ്? അത് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും എല്ലുപൊടിയും ഇതൊക്കെ കൂടി പുളിപ്പിച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കലാണ്. മുകളിൽ ഒഴിച്ച് പാറ്റിന്നൊക്കെ പോകും. പാൽ മുകളിലല്ല, ഇത് മണ്ണിൻ്റെ ചോട്ടിൽ. മുകളിൽ എന്താ പിന്നെ പൂവിനെന്തെങ്കിലും വിതറി കൊടുക്കൽ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? പുല്ല് അതിന് നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഈ വെർട്ടിഫീലിയം അതേമാതിരി കൂട്ടിയടിക്കും. അതേമാതിരി നമ്മളെ കഞ്ഞിവെള്ളത്തിൽ പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതിൽ വേപ്പെണ്ണി പിന്നെ ചേർത്തിട്ട് അല്ലെങ്കിൽ സാബുവിൻ്റെ വെള്ളം ചേർത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അവർ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഇതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ 2-3 പ്രാവശ്യം ആഴ്ചയിൽ വെച്ചാൽ അത് സ്പ്രേ ചെയ്യേണ്ടി വരും. ഇവിടെ ചീര കൃഷി ഇതേപോലെ ഈ വാർപ്പിൻ്റെ മുകളിൽ തന്നെ ചെയ്തതാണ് കാണിക്കുന്നത്. ഇവിടെ ചെടിയും പരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ചെടികളും ഇതേപോലെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ, വാർപ്പിൻ്റെ മുകളിലായിട്ട് തന്നെ. മറ്റൊരു കൃഷി രീതിയാണ് മുന്തിരി. ഇത് 2 വർഷ പഴക്കമുള്ള മുന്തിരി വള്ളിയാണ്. ഇതിൽ നല്ല മുന്തിരി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം മഴ പെയ്തപ്പോൾ പൂക്കളൊക്കെ വീണു. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കൊലകൾ കാണാം. അപ്പോൾ ഒരുപാട് നല്ല മുന്തിരിക്കുലകളിൽ നിന്നും ഇവർക്ക് വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ പോയതിന് ശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.